നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചിക്കൻ വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ കഹാരി അല്ലെങ്കിൽ കഹാരി ചിക്കൻ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് സ്റ്റിർ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പൊടി കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് 5 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ വറുത്ത അതേ പാനിലേക്ക് വളരെ തിന്നായിട്ട് അരിഞ്ഞ ഒരു 3 സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് പകുതി വാടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും സാധനം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വളരെ കനം കുറച്ചരിഞ്ഞിരിക്കുന്ന ഒരു 2 തക്കാളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടും. മസാലയൊക്കെ ഒന്ന് ലൂസാക്കുന്നതിന് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം.
ഇനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും മല്ലിയിലയുടെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ തണ്ട് ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എന്തായാലും അവസാനം മല്ലിയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നമുക്കൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നെടുകെ നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കൊരൊറ്റ മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് ബെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കഹാരി അല്ലെങ്കിൽ കഹാരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാകിസ്ഥാനി ഡിഷാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടുമെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. പൊറോട്ട, ചപ്പാത്തി, റൊട്ടി, പ്ലെയിൻ റൈസ്, ഫ്രൈഡ് റൈസ് എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ഡിഷാണ് ചിക്കൻ കഹാരി അല്ലെങ്കിൽ കഹാരി ചിക്കൻ. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.